കള്ളവർക്ക് ഉറങ്ങാതെ നല്ല കുട്ടികളായിട്ട് ആരാ ഉറങ്ങാം? ഉറങ്ങാ നല്ല നന്നായിട്ട് ഉറങ്ങാം. മമ്മി ഉറങ്ങാം. ആരാണ് കുട്ടികള്? മമ്മിയാ കുട്ടികള്. അപ്പൊ ആ ഗുഡ് ബോയ് ആരതില്? അപ്പൊ ഉറങ്ങോ? അൻഷു ഉറങ്ങോ? എന്താ ഉറങ്ങാത്ത? കളിക്കാൻ ഇപ്പോഴല്ല, ഉറങ്ങി നീറ്റ് കളിക്കാൻ പോവാം. നല്ല കുട്ടിയായിട്ട് ആരാണോ ഉറങ്ങി നീക്കുന്നത് അവർക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി തരാം. ഒരു സാധനം ഉണ്ടാക്കി തരാം. വേണോ? പഴംപൊരി വേണോ? ഉള്ളിവട വേണോ? കേക്ക് വേണോ? ബിരിയാണി വേണോ? നെയ്യപ്പം വേണോ? വേണ്ട. ഉണ്ണിയപ്പം വേണോ? ആവിക്ക് വേണ്ട. മനുഷ്യന് വേണോ? നല്ല കുട്ടിയായിട്ട് ഉറങ്ങി നീറ്റാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം. അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ പേരും പറഞ്ഞ് രണ്ടാളും ഉറങ്ങി. നമുക്കിനി ഇവരെണീക്കുമ്പോഴേക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കണം. ഇത് പണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്ന ചട്ടിയായിരുന്നു, ഉണ്ണിയപ്പച്ചട്ടി. സാധാരണ എപ്പോഴെങ്കിലല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ, അതുകൊണ്ട് പൊടി പിടിച്ച് കിടക്കുമായിരുന്നു അവിടെ. നമ്മളെ വീട്ടിൽ എന്ത് വിശേഷപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കും. അത് എൻ്റെ ഒരു സന്തോഷത്തിനാണ് കേട്ടോ. അവർക്ക് കൊടുത്തിട്ട് കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം. നിങ്ങൾക്ക് കാണുമ്പോൾ കളിയായിട്ടൊക്കെ തോന്നും, പക്ഷേ അതെൻ്റെ ഒരു ശീലമായിപ്പോയി. ഉണ്ണിയപ്പത്തിൻ്റെ പേരും പറഞ്ഞ് ഉച്ചയ്ക്ക് കഷ്ടപ്പെട്ട് ഉറങ്ങിയ 2 പേരിതാ ഇവിടെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് മുഖമൊക്കെ കഴുകി സുന്ദരനും സുന്ദരിയുമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ നൈസിനും ഞാൻ എന്താ ഉണ്ണിയപ്പം കൊടുത്തു നോക്കി. അവൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നൈസാണെന്നാണ് പറഞ്ഞത്. നൈസ് ബനാന ഇട്ട് ഉണ്ടാക്കിയതാ. ഉപ്പിടുന്ന സാധനം അല്ലല്ലോ ഇത്. ഇതാണ് ആമീൻ്റെ ചായ, ഇതാണ് അൻഷുവിൻ്റെ ചായ. അപ്പം ഞങ്ങൾ അധികം മധുരം ഇട്ടിട്ടില്ല, മധുരം കുറവാണ്. അവർക്ക് ഞാൻ കുറച്ച് ഇട്ടുകൊടുത്തു, ഞാനിട്ടിട്ടില്ല. അങ്ങനെ നമ്മളിതാ ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർന്നു. പ്ലേറ്റിൽ വെച്ചത് പറഞ്ഞു, അതൊക്കെ തീർന്നും കഴിഞ്ഞു. ഇതാ ചായയുടെ കൂടെ ഉണ്ണിയപ്പം, ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ്. ചായയിൽ ഞാൻ മധുരം ഇടാറില്ല. ഇപ്പോൾ 1 മാസം കറക്റ്റായി മധുരം ഇടാതെയാണ് ചായ കുടിക്കാറുള്ളത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം എന്നെ കാണുമ്പോൾ. ടേസ്റ്റ് ഉണ്ട്. കുറച്ച് മധുരം കുറവുണ്ട്, അതിൽ കുറച്ച് ശർക്കര ഉണ്ടെന്നുള്ളൂ. കള്ള ശർക്കര മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇഷ്ടമായോ? ഞാൻ അധികം എണ്ണ ആക്കിയിട്ടില്ല. ഇതാ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും, കാരണം ഞാൻ അതിൽ എണ്ണ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ച് അമർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ടിഷ്യൂവിൽ. അതുകൊണ്ടാണ് ഷേപ്പിൽ വ്യത്യാസം വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നമ്മൾ ചാനൽ സ്ഥിരമായിട്ട് കാണണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പറയുന്നതനുസരിച്ച് അതിൽ ഓരോ മാറ്റങ്ങളും വരുത്താൻ ഞാൻ ശ്രമിക്കും. വൈകുന്നേരം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ ഭയങ്കര നല്ല രസമാണ്. നല്ലൊരു ക്ലൈമറ്റാണ് കണ്ടോ. ഇതുപോലൊരു സൂര്യാസ്തമയമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കാണാറില്ല. സോറി, നാട്ടിനെ കുറ്റം പറയല്ല, പക്ഷെ ഇങ്ങനെ ഈ ഒരു അസ്തമയമൊക്കെ കണ്ട്
ഇതുപോലെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര രസമാണ്. ഇവിടെ ഫുൾ ടൈം കാറ്റാട്ടോ ഉണ്ടാവുക, അധിക സമയവും കാറ്റാണ് ഉണ്ടാവുക. ഈ മുറ്റത്തൊരു മദാമരം കണ്ടോ? ഈ മദാമരം മുറിക്കാൻ വേണ്ടിയിട്ട് ഹൗസ് ഓണർ കുറേ കാലമായി പറയുന്നു. പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ ബദാമരം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ ഭംഗി പോയി. ഈ വീട്ടിൽ കുറേ അറ്റകുറ്റപ്പണികൾ എടുക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾ എന്നിട്ടും ഈ വീട് മാറാത്തത് ഇതുപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത്രയും ഇഷ്ടമാണ് ഇവിടെ. ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ വന്നിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത്. ചായ കുടിക്കാൻ മാത്രമല്ല കേട്ടോ, വൈകുന്നേരങ്ങളിൽ ഇതുപോലെ പുറത്ത് വന്നിരിക്കാനും രാത്രി ആവട്ടെ, രാത്രി ഇതുപോലെ വന്നിരിക്കുമ്പോഴും നല്ല കാറ്റുണ്ടായിരിക്കും. ചില സമയം കൊതുണ്ടാവും, അതൊരു സത്യമാണ്. മുകളിൽ സണ്ണുണ്ട് അല്ലേ? സണ്ണിന്റെ കളർ എന്താ? പിങ്ക് ആണോ? പിന്നെന്താ? യെല്ലോ ആണോ? ഏതാ അൻഷു? ഓറഞ്ച്. ഓറഞ്ച് കളറിലല്ലേ? പിന്നെ ഇപ്പൊ ഇനി അതിൽ ഒന്നുണ്ട്. ആ ഒന്ന് ആരെടുക്കും? പകുതിയാക്കിക്കോ, പീസാക്കിക്കോ. അൻഷു പീസാക്കും. കറക്റ്റ് ആവണം, വലുതും ചെറുതും ആവരുത്.